അയ്യേ, ഇവരെന്താ ചേച്ചി കിടന്നുറങ്ങുമ്പോഴും മാലയും കമ്പലും വളയും താലിയൊക്കെ ഇട്ടേക്കണേ? മിണ്ടാണ്ടിരുന്ന് കാണടാ. നീ ആ ശശിയുടെ നിന്ന് കാശ് വാങ്ങിയോ? ഏയ് ശശി. ഒന്നും അറിയാത്ത പച്ച പാവം. എടാ, ആ ചായക്കടക്കാരൻ ശശിയുടെ നീ കാശ് വാങ്ങിയോന്ന്? ഓഹോ, അത് ഞാൻ പെറ്റ് വെച്ചത്. ഏതായിരുന്നു ഒന്ന്? നിനക്ക് കാശ് വേണമെങ്കിൽ നിനക്ക് എന്നോട് ചോദിച്ചാ പോരെ? എന്റെ പൊന്നളെ, ഞാൻ വെറുതെ തമാശക്ക്. ഓ, തമാശക്കായിരുന്നു. എടി, നീ ഒരൊറ്റ വരുത്തി അവനെ കൊഞ്ചിച്ച് വഷളാക്കുന്നത്. ഇവനോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു കോയമ്പത്തൂർ ബനിയൻ കമ്പനി പോയാ. ഇനി കോയമ്പത്തൂർ എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ പാർട്ണറെ പറഞ്ഞേക്കാം. നീ പോവോ എന്നാ എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. കോയമ്പത്തൂർ ചേച്ചി, അവനവിടെ പോയിട്ട് മൂടി പോയി കിടന്നുറങ്ങുക. ദേവേട്ടാ, ഇത് കുറച്ച് കൂടി പോകുന്നുണ്ട് കേട്ടോ. ദേവി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എന്ന് പറ. ആളുകൾ ഓരോന്ന് പറയുന്ന കേൾക്കുമ്പം ആരെന്ത് പറഞ്ഞു? നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല കേട്ടോ. തുടങ്ങി. അതല്ല ദേവി, അവനെ കൊണ്ട് പൊറുതി മുട്ടിരിക്കുക മനുഷ്യരെ. നമുക്ക് അവനെ കോയമ്പത്തൂർ ബനിയൻ കമ്പനി വിട്ടാലോ? പിന്നെ അവനെന്താ പാണ്ടിയോ? ഒന്ന് പോ ദേവേട്ടാ. പാണ്ടിയല്ലടി, ഇപ്പം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല. പോലീസ് ഭാഷ എടുത്ത് എന്റെ അടുത്ത് വന്നോണ്ടല്ലോ. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. കുഞ്ഞുനെ വിടുന്ന കാര്യം നടക്കില്ല. ദേവി, 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 നമുക്ക് കുഞ്ഞിനെ വീട്ടിൽ വിടാം. അമ്മയോട് ഞാൻ വിളിച്ച് പറഞ്ഞോളാം. എന്നിട്ട് നമുക്കൊരു തീരുമാനത്തിലെത്താം. എന്റെ വീട്ടിൽ നിന്നോ നിന്റെ വീട്ടിൽ നിന്നോ ആരും ഇങ്ങോട്ട് വരണ്ട. ഹലോ, നീയോ? നാളെയോ ഇന്റർവ്യൂ? നീ നാളെ സ്റ്റാൻഡിൽ വന്നിട്ട് വിളിച്ചാ മതി. അതെ, കുഞ്ഞു കുറച്ച് ദിവസം കൊണ്ട് ഇവിടെ നിന്നോട്ടെ. ചിലപ്പോ നന്നായെങ്കിലോ, അല്ലേ? അയ്യപ്പാ, ഈ ചേട്ടനത് എവിടെ പോയി കിടക്കുക? ഹലോ ഹലോ ഹലോ, ചേട്ടനത് എവിടാ? ഹലോ തുമ്പി, എത്ര നേരമായി ഞാൻ വിളിക്കുന്നു. നീ വന്നോ? എത്തി, കുഴപ്പമൊന്നുമില്ല. യാത്രയൊക്കെ സുഖമായിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. അല്ല, ഞാൻ വരണോ? ഞാൻ വന്നോളാം. ശരി. ഹലോ, ഓക്കേടാ, താങ്ക്സ്. വാലം തുറന്നു നോക്ക്. എന്റെ കൈ ഫ്രീ അല്ലേ? നിന്റെ കൈ എന്നാ ഫ്രീ അല്ലാത്ത? നീ എത്തിയോ? ചേട്ടാ, എത്ര നേരം കൊണ്ട് ഞാൻ വിളിക്കുന്നു, ഒന്ന് ഫോൺ എടുത്തൂടെ? അതെ, ചില നേരത്തെ എന്റെ ഫോണിന് ചില പ്രശ്നങ്ങളുണ്ട്. പുതിയൊരു ഫോൺ മേടിച്ചൂടെ? ഇങ്ങനെ പിഷ്കിട്ടല്ലേ? നമസ്കാരം. താൻ പണിക്കൊന്നും പോവാറില്ല അല്ലേ? എപ്പോ കണ്ടാലും ഫുൾ ടൈം തീറ്റയാണല്ലോ. ഇത് തന്നെ ഒരു വലിയ പണിയല്ലേ? നീ പോയി ഫ്രഷ് ആകാൻ നോക്ക്. ചേച്ചി എന്തേ? എടി ദേവിയേ, ഇതാരാ വന്നേക്ക് നോക്കിയേ. മോള് വന്നോ? ഭക്ഷണം കഴിക്കാം. ഞാൻ ഒന്ന് കുളിക്കട്ടെ, പല്ലും തേച്ചിട്ടില്ല. ഇവിടെ ചിലർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. മോൻ കഴിച്ചോടാ. നിനക്ക് ഇവിടെ പോലെ വല്ല UGC എക്സാം എഴുതി കൂടെ? അയ്യേ, അതൊക്കെ പെമ്പിള്ളേർ എഴുതുന്ന എക്സാം അല്ലേ? എങ്കിൽ പിന്നെ വല്ല കോൺസ്റ്റബിളിന്റെ ടെസ്റ്റ് എങ്കിലും എഴുതി കൂടെ? ഒരു കുടുംബത്തെ ഒരു പോലീസുകാരൻ വന്നതിന്റെ എന്നെ മനുഷ്യൻ തോറ്റിരിക്കുക. ഇനി അതിന്റെ ഇടയ്ക്കാ. അല്ലെങ്കിൽ പിന്നെ എന്റെ ഉദ്ദേശം എന്തുവാ? ബഷീട അങ്കിൾ എനിക്ക് ദുബായ് പോകാൻ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ദുബായിക്കാണോ? ഭഗവാനെ, ഷെയ്ക്കുമാരെ കാത്തോണേ. മോള് വാ, കുളിച്ചു വന്ന് കഴിച്ചു. വല്ലതും കഴിച്ചോ? ഞാൻ കഴിച്ചോളാം.
ബാ നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ആ, ശരി. അയ്യോ എന്താ സ്നേഹം, ഇങ്ങനെ ഒഴുക എന്നെ ഒഴുക. ഹലോ, നീ എന്താ പറഞ്ഞ? ചേച്ചിക്ക് അറിയാം ചേച്ചിനെ എനിക്ക് വലിയ ഇഷ്ടമാണെന്ന് അല്ലേ ചേച്ചി? ആ, താ ഫുഡ് കോൺസെൻട്രേറ്റ് ചെയ്യ്. നീ പൊടിയലി നീ പോടാ. അറിയണ്ടല്ലോ എന്നെ തല്ലാണല്ലോ ഭക്ഷണം കഴിച്ചൊക്കെ തടിയാൻ ഒന്നും മിണ്ടാതിരിക്കും. ഉണ്ടായിരുന്നില്ല. എന്ത് പൊടി തലമണ്ടി അടിച്ച് പൊളി. എന്നാ പൊളിക്കടി പൊളിക്കടി പൊളിക്ക് പൊളിക്ക്. അയ്യോ, അയ്യോ, അയ്യോ. എന്റെ കയ്യിൽ പരിപ്പോടെ